ഒറ്റയിരുപ്പിനെ തനിക്ക് എത്ര മുയലിനെ തിന്നാൻ പറ്റും? ഒറ്റയിരുപ്പിനെ 3 മുയലിനെ തിന്നാം. അത് കഴിഞ്ഞാൽ ഇരിപ്പല്ല കിടപ്പാകും. തനിക്ക് 3 തിന്നാമെങ്കിൽ കടിയനും അത്രയല്ലേ തിന്നു. അതെ, എന്താ ഒരു ഉഗ്രൻ ഐഡിയ. നമുക്ക് മുയലുകളുടെ കുടുംബസംഗമം നടത്താമടോ. കുടുംബസംഗമോ? അതെന്താ? ഈ കാട്ടിലെ മുയൽ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടുന്ന പരിപാടി. എന്നിട്ടൊരു സമ്മേളനം നടത്തുന്നു കടിയന്റെ അധ്യക്ഷതയിൽ. യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറയുന്നവരെ കടിയൻ കടിച്ചു കീറുമെന്ന് ഭീഷണിപ്പെടുത്തണം. പങ്കെടുക്കാമെന്ന് പറഞ്ഞാലോ അവരെ യോഗത്തിൽ വന്നതിന് ശേഷം കടിച്ചു കീറും. കടിയൻ 3 തട്ടിയാലും ബാക്കി നമുക്ക് കിട്ടുമടോ. അയ്യടാ, എങ്കിൽ വാ, കടിയനെ കണ്ട് കാര്യം പറയാം. പക്ഷേ ഈ കുടുംബയോഗം നടത്തിയിട്ട് അവർക്കെന്ത് കിട്ടാനാ? ചെറിയ ജീവികളാ കുടുംബയോഗം നടത്തേണ്ടത്. അവരെ എണ്ണത്തിൽ കൂടുതലല്ലേ. എണ്ണത്തിൽ കൂടുതലുള്ളവർ തമ്മിൽ പരിചയപ്പെടാൻ ഒരു യോഗം വിളിച്ചു കൂട്ടേണ്ടി വരുമെന്ന് നമുക്ക് പറയാം. എന്നിട്ടും വരാത്തവരെ ഭീഷണിപ്പെടുത്താം. എങ്കിൽ കുടുംബയോഗം നാളെ തന്നെ നടത്താമെന്ന് മുയലുകളോട് പറ. ഞാൻ ബോർഡ് എഴുതുമ്പോഴേക്കും താൻ പോയി മുയലുകളെ ക്ഷണിച്ചു തുടങ്ങിക്കോ. സകല കാര്യങ്ങളും പറയണം. ക്ഷണിച്ചിട്ട് ഒരുത്തനും വരുന്നില്ല സൂത്ര. വരുന്നില്ലേ? താൻ എന്തു പറഞ്ഞാ ക്ഷണിച്ചത്? സകല കാര്യങ്ങളും പറഞ്ഞു. കടിയൻ ഒറ്റയിരുപ്പിന് 3 മുയലുകളെയാ തിന്നുക എന്നും പറഞ്ഞു. മണ്ടാ, കടിയനല്ലേ അത്? നിൽക്കടാ അവിടെ, നിന്റെ ഒരു കുടുംബയോഗം. എന്തു പറ്റി ചേട്ടാ? ചേട്ടന്റെ മുടി. ചെറിയ ജീവികൾ കുടുംബയോഗം നടത്തണമെന്ന് താനല്ലേ പ്രസംഗിച്ചത്? അത് കേട്ട തലയിലെ പേനുകൾ കുടുംബയോഗം നടത്തി. ചൊറിച്ചിൽ കാരണം വെട്ടേണ്ടി വന്നു നിന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. മുടി ഇനിയും വളരും ചേട്ടാ. വളരും, പക്ഷെ എന്റെ ഗുഹയ്ക്കടുത്ത് നിന്ന് മരത്തിൽ വെച്ച കുറെ ചിതലുകളും കുടുംബയോഗം നടത്തിയടാ ദ്രോഹി.